ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഫെബ്രുവരി മാസം, അതായത് ഈ മാസത്തിൽ നടക്കുന്ന കേട്ടറ്റിൻ്റെ എല്ലാ കാറ്റഗറിയിലേക്കും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട മലയാളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അക്കാദമിക് പ്രവർത്തനങ്ങളും മറ്റ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മൂല്യനിർണ്ണയത്തിന് വേണ്ടി ഒരുമിച്ച് സൂക്ഷിക്കാറുണ്ട്. ഇവ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി, പോർട്ട്ഫോളിയോ. അക്കാദമിക് പ്രവർത്തനങ്ങളും മറ്റ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മൂല്യനിർണ്ണയത്തിന് വേണ്ടി ഒരുമിച്ച് സൂക്ഷിക്കാറുണ്ട്. ഇത് ഏത് പേരിൽ അറിയപ്പെടുന്നു? പോർട്ട്ഫോളിയോ. പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികളിൽ സഹകരണം വളർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ എ, കളികൾ. പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികളിൽ സഹകരണം വളർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം ഏതാണ്? കളികൾ. വിപരീത പദങ്ങൾ ഉൾക്കൊള്ളുന്ന ജോഡി ഏത്? ഓപ്ഷൻ ബി, മൗനം വാചാലം. മൗനത്തിൻ്റെ വിപരീത പദമാണ് വാചാലം. നന്ദികേട് കാണിക്കുക, ഇതിന് സമാനമായ ശൈലി ഏതാണ്? ഓപ്ഷൻ എ, ഉണ്ട ചോറ്റിൽ കല്ലിടുക. നന്ദികേട് കാണിക്കുക, ഇതിന് സമാനമായ ശൈലി ഏതാണ്? ഉണ്ട ചോറ്റിൽ കല്ലിടുക. പൂവമ്പഴം എന്ന പേരിൽ കഥകൾ എഴുതിയ സാഹിത്യകാരന്മാർ ആരെല്ലാം? ഓപ്ഷൻ സി, ബഷീർ കാരൂർ. പൂവൻപഴം എന്ന പേരിൽ കഥകൾ എഴുതിയ സാഹിത്യകാരന്മാർ ആരെല്ലാമാണ്? ബഷീർ കാരൂർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഓപ്ഷൻ സി, 1ഉം 2ഉം ശരി. ശരിയായ പ്രസ്താവനകൾ: വർണ്ണങ്ങൾക്ക് വ്യത്യാസം വരുത്താതെ മൂലഭാഷയിൽ ഇരിക്കുന്നത് പോലെ പദങ്ങളെ സ്വീകരിക്കുന്നത് തത്സമം. സ്വഭാഷാ രീതി അനുസരിച്ച് അക്ഷരങ്ങൾക്ക് മാറ്റം വരുത്തിയ പദങ്ങളാണ് തൽഭവങ്ങൾ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? തന്നിരിക്കുന്ന ഈ 2 പ്രസ്താവനകളും ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: വർണ്ണങ്ങൾക്ക് വ്യത്യാസം വരുത്താതെ മൂലഭാഷയിൽ ഇരിക്കുന്നത് പോലെ പദങ്ങളെ സ്വീകരിക്കുന്നത് തത്സമം. സ്വഭാഷാ രീതി അനുസരിച്ച് അക്ഷരങ്ങൾക്ക് മാറ്റം വരുത്തിയ പദങ്ങളാണ് തൽഭവങ്ങൾ. താഴെ പറയുന്നതിൽ ശരിയായ സന്ധിരൂപം ഏത്? ഓപ്ഷൻ ബി, പൊൻ പ്ലസ് കുടം ഈസ് ഈക്വൽ ടു പൊൽക്കുടം. താഴെ പറയുന്നതിൽ ശരിയായ സന്ധിരൂപം ഏതാണ്? പൊൻ പ്ലസ് കുടം, പൊൽക്കുടം. ഗതി, ഘടകം, വ്യാക്ഷേപകം എന്നിവ ഏതിൻ്റെ ഉൾപ്പിരിവുകളാണ്? ഓപ്ഷൻ എ, ദ്യോതകം. ഗതി, ഘടകം, വ്യാക്ഷേപകം എന്നിവ ഏതിൻ്റെ ഉൾപ്പിരിവുകളാണ്? ദ്യോതകത്തിൻ്റെ. ഇത്ര നേരം എന്ന ഭേദകങ്ങളുടെ ഉൾപ്പിരിവുകളിൽ ഏതിൽ പെടുന്നു? ഓപ്ഷൻ ബി, പാരിമാണികം. ഇത്ര നേരം എന്ന പദം ഭേദകങ്ങളുടെ ഉൾപ്പിരിവുകളിൽ ഏതിൽ പെടുന്നു? പാരിമാണികം. താഴെ പറയുന്നവയിൽ തെറ്റായ പദങ്ങൾ ഏതെല്ലാം? തെറ്റായ പദങ്ങൾ ഓപ്ഷൻ സി 1ഉം 3ഉം ആണ്. അന്വേഷണം, ആധുനികം. താഴെ പറയുന്നതിൽ ശരിയായ പദങ്ങളാണ് 2ഉം 4ഉം. അത് പ്രത്യേകം ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. അന്വേഷണം എങ്ങനെയാണ് എഴുതുന്നത്? അന്വേഷണം. അതുപോലെ ആധുനികം, ആധുനികം. അപ്പം ശരിയായ പദങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ തന്നിരിക്കുന്നതിൽ 2ഉം 4ഉം ആണ്. അന്വേഷണം, ആധുനികം. വൈക്കം മുഹമ്മദ് ബഷീർ സാഗരഗർജനം എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ ഡി, സുകുമാർ അഴീക്കോടിനെ. വൈക്കം മുഹമ്മദ് ബഷീർ സാഗരഗർജനം എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? സുകുമാർ അഴീക്കോടിനെ. ഉയരും ഞാൻ നാടാകെ പടരും, ഞാനൊരു പുത്തനുയിർ നാടിനേകിക്കൊണ്ടുയരും വീണ്ടും. ഈ വരികൾ ആരുടേതാണ്? ഓപ്ഷൻ എ, പി ഭാസ്കരൻ. ഉയരും ഞാൻ നാടാകെ പടരും, ഞാനൊരു പുത്തനുയിർ നാടിനേകിക്കൊണ്ടുയരും വീണ്ടും. ഈ വരികൾ ആരുടേതാണ്? പി ഭാസ്കരൻ്റെ. താഴെ തന്നിരിക്കുന്നവയിൽ വസ്തുനിഷ്ഠ ചോദ്യങ്ങൾക്ക് മികച്ചത് ഏത്? ഓപ്ഷൻ സി, ബഹുവികൽപക ചോദ്യങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ വസ്തുനിഷ്ഠ ചോദ്യങ്ങൾക്ക് മികച്ചത് ഏതാണ്? ബഹുവികൽപക ചോദ്യങ്ങൾ.
താഴെ പറയുന്നവയിൽ ക്രിയാഗവേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നതേത്? ഓപ്ഷൻ ബി ക്ലാസ് മുറികളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കൽ. താഴെ പറയുന്നതിൽ ക്രിയാഗവേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നതേതാണ്? ക്ലാസ് മുറിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കൽ. ബാലഹസ്കരൻ മാച്ചു നീലക്കൽപ്പലക. ചായ പെൻസിലും വായിൽ തിരുകിയിരിക്കുന്നു. ഇടശ്ശേരിയുടെ വരികളാണിത്. ഇത് ബാലഭാസ്കരൻ എന്ന പദത്തിൻ്റെ ബാലഹസ്കരൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഓപ്ഷൻ സി പ്രഭാത സൂര്യൻ. എന്താണ് നോക്കിക്കേ, ബാലഹസ്കരൻ മാച്ചു നീലകൽപ്പലക, ചായ പെൻസിലും വായിൽ തിരുകിയിരിക്കുന്നു. ഇടശ്ശേരിയുടെ വരികളാണിത്. ഇതിൽ ബാലഹസ്കരൻ എന്ന പദത്തിനർത്ഥം പ്രഭാത സൂര്യൻ. ബാലഹസ്കരൻ എന്ന പദത്തിൻ്റെ അർത്ഥം പ്രഭാത സൂര്യൻ. സീയിങ് പിങ്ക് എലഫന്റ് എന്നതിനോട് ഏറ്റവും യോജിക്കുന്ന മലയാള പരിഭാഷ ഏത്? ഓപ്ഷൻ എ മതിഭ്രമം അനുഭവപ്പെടുക. സീയിങ് പിങ്ക് എലമെന്റ് എന്നതിനോട് ഏറ്റവും യോജിക്കുന്ന മലയാള പരിഭാഷ ഏതാണ്? മതിഭ്രമം അനുഭവപ്പെടുക. സഹോദരിയുടെ ഭർത്താവ് ഒറ്റപ്പദം എഴുതുക. ഓപ്ഷൻ ഡി സ്യാലൻ. സഹോദരിയുടെ ഭർത്താവ് ഒറ്റപ്പദം എഴുതുക. ഏതാണ്? സ്യാലൻ. സഹോദരിയുടെ ഭർത്താവിനെ വിളിക്കുന്നത് സ്യാലൻ എന്നാണ് കേട്ടോ. സഹോദരിയുടെ ഭർത്താവ് അർത്ഥം സ്യാലൻ. ഇത് PSC പരീക്ഷകളിലൊക്കെ മിക്കപ്പോഴും ചോദിക്കുന്ന. സൈകതം പുളിനം എന്നീ പദങ്ങളുമായി അർത്ഥതലത്തിൽ യോജിക്കുന്ന പദം ഏത്? ഓപ്ഷൻ സി മണൽത്തിട്ട. സൈകതം പുളിനം എന്നീ പദങ്ങളുമായി അർത്ഥതലത്തിൽ യോജിക്കുന്ന പദം ഏതാണ്? മണൽത്തിട്ട. കുട്ടികൾ അമ്മയുടെ ചിത്രം കണ്ട് അമ്മ എന്ന് പറയുന്നതും കഥാചിത്രങ്ങളിലൂടെ കഥ പറയുന്നതും വീട്ടിലെ പത്രം മാറുമ്പോൾ തിരിച്ചറിയുന്നതും ഏതിൻ്റെ ആദ്യ പടിയാണ്? ഓപ്ഷൻ സി ഗ്രാഫിക് റീഡിങ്. കുട്ടികൾ അമ്മയുടെ ചിത്രം കണ്ട് അമ്മ എന്ന് പറയുന്നതും കഥാചിത്രങ്ങളിലൂടെ കഥ പറയുന്നതും വീട്ടിലെ പത്രം മാറുമ്പോൾ തിരിച്ചറിയുന്നതും ഏതിൻ്റെ ആദ്യ പടിയാണ്? ഗ്രാഫിക് റീഡിങ്. പറയുന്നവയിൽ അനുഷ്ഠാന പാട്ടുകളിൽ പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ ബി 2ഉം 4ഉം. തോറ്റം പാട്ടുകൾ, പടയണിപ്പാട്ടുകൾ. താഴെ പറയുന്നവയിൽ അനുഷ്ഠാന പാട്ടുകളിൽ പെടുന്നവ ഏതെല്ലാമാണ്? തോറ്റം പാട്ടുകൾ, പടയണിപ്പാട്ടുകൾ. പഴഞ്ചൊല്ലിൽ പെടാത്തതേത്? ഓപ്ഷൻ ഡി നെല്ലിപ്പടി കാണുക. പഴഞ്ചൊല്ലിൽ പെടാത്തത് നെല്ലിപ്പടി കാണുക. പഴഞ്ചൊല്ലിൽ പെടുന്നവയാണ് മടിയൻ മല ചുമക്കും, പുത്തനച്ചി പുരപ്പുറം തൂക്കും, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ. അപ്പം പഴഞ്ചൊല്ലിൽ പെടുന്നവയാണ് മടിയൻ മല ചുമക്കും, പുത്തനച്ചി പുരപ്പുറം തൂക്കും, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ. മനസ്സിലെ ഭാഷാ ഘടകം ഒരു പ്രജനന പ്രക്രിയയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഓപ്ഷൻ സി നോം ചോംസി. മനസ്സിലെ ഭാഷാ ഘടകം ഒരു പ്രജനന പ്രക്രിയയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? നോം ചോംസി. താഴെ പറയുന്നവയിൽ ലേഖന പരിശീലനത്തിനുള്ള വിവിധ ഘട്ടങ്ങളിൽ പെടുന്നവ ഏത്? ഓപ്ഷൻ ഡി ഇവയെല്ലാം. മണലിൽ എഴുത്ത്, ബോർഡിൽ എഴുത്ത്, കടലാസിൽ എഴുത്ത്. താഴെ പറയുന്നവയിൽ ലേഖന പരിശീലനത്തിനുള്ള വിവിധ രീതികളിൽ പെടുന്നവ ഏതാണ്? മണലിൽ എഴുത്ത്, ബോർഡിൽ എഴുത്ത്, കടലാസിൽ എഴുത്ത്. എഴുത്തച്ഛൻ്റെ ജീവിതത്തോടൊപ്പം മലയാള ഭാഷയുടെ വളർച്ചയുടെ വിവിധ കാലഘട്ടങ്ങളും അടയാളപ്പെടുത്തിയ സി രാധാകൃഷ്ണൻ്റെ നോവൽ ഏത്? ഓപ്ഷൻ ബി തീക്കടൽ കടഞ്ഞ് തിരുമധുരം. എഴുത്തച്ഛൻ്റെ ജീവിതത്തോടൊപ്പം മലയാള ഭാഷയുടെ വളർച്ചയുടെ വിവിധ കാലഘട്ടങ്ങളും അടയാളപ്പെടുത്തിയ സി രാധാകൃഷ്ണൻ്റെ നോവൽ ഏതാണ്? തീക്കടൽ കടഞ്ഞ് തിരുമധുരം. അതുള്ളത്, അതിലുള്ളത്, അവിടെ നിന്ന് വരുന്നത്, അവിടെ ജനിച്ചത് മുതലായ അർത്ഥത്തിൽ വരുന്ന തഥ്യിതം ഏതാണ്? ഓപ്ഷൻ ബി തത്വതഥ്യിതം. അതുള്ളത്, അതിലുള്ളത്, അവിടുന്ന് വരുന്നത്, അവിടെ ജനിച്ചത് മുതലായ അർത്ഥത്തിൽ വരുന്ന തഥ്യിതം ഏതാണ്? തത്വതഥ്യിതം. പോകുന്ന വണ്ടി, കാണാൻ പോയി എന്നിവ യഥാക്രമം ക്രിയകളുടെ ഏതു വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ പേരച്ചം, വിനയച്ചം. പോകുന്ന വണ്ടി, കാണാൻ പോയി എന്നിവ യഥാക്രമം ക്രിയയുടെ ഏതു വിഭാഗത്തിൽ പെടുന്നു? പേരച്ചം, വിനയച്ചം. താഴെ പറയുന്നതിൽ അനുജ്ഞായക പ്രകാരത്തിന് ഉദാഹരണങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1ഉം 3ഉം. കാണാം, പറയാം.
താഴെ പറയുന്നതിൽ അനുജ്ഞായക പ്രകാരത്തിന് ഉദാഹരണങ്ങൾ ഏതാ? കാണാം, പറയാം. ഒരു ധാതുവിൻ്റെ രൂപത്തെയോ അർത്ഥത്തെയോ പരിഷ്കരിക്കാൻ അതിൻ്റെ പിന്നാലെ പ്രയോഗിക്കുന്ന ധാതു ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി അനുപ്രയോഗം. ഒരു ധാതുവിൻ്റെ രൂപത്തെയോ അർത്ഥത്തെയോ പരിഷ്കരിക്കാൻ അതിൻ്റെ പിന്നാലെ പ്രയോഗിക്കുന്ന ധാതു ഏതു പേരിൽ അറിയപ്പെടുന്നു? അനുപ്രയോഗം. കൂട്ടത്തിൽ പെടാത്ത കൃതി ഏത്? ഓപ്ഷൻ ഡി നിന്റെ ഓർമ്മയ്ക്ക്. കൂട്ടത്തിൽ പെടാത്ത കൃതി നിന്റെ ഓർമ്മയ്ക്കാണ്. ഈ നിന്റെ ഓർമ്മയ്ക്ക് എന്നുള്ള കൃതി ചെറുകഥയാണ്, ബാക്കിയെല്ലാം ആത്മകഥകളാണ്. അതാണ് ഇവിടെ ഇത് കൂട്ടത്തിൽ പെടാത്തത്. അപ്പം കൂട്ടത്തിൽ പെടാത്ത കൃതി നിന്റെ ഓർമ്മയ്ക്കാണ്. ഇതൊരു ചെറുകഥയാണ്. ബാക്കി 3 ആത്മകഥകളാണ്. ഈ ഓർമ്മയുടെ ഓളങ്ങളിൽ, ഓർമ്മയുടെ തീരങ്ങളിൽ, ഓർമ്മയുടെ അറകൾ, ഇതെല്ലാം ആത്മകഥയാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കുമാരനാശാൻ രചിച്ച പുഷ്പവാടി, അമ്പിളി, പൂക്കാലം എന്നീ കൃതികൾ ഏതു വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ ബാലസാഹിത്യം. കുമാരനാശാൻ രചിച്ച പുഷ്പവാടി, അമ്പിളി, പൂക്കാലം എന്നീ കൃതികൾ ഏതു വിഭാഗത്തിൽ പെടുന്നു? ബാലസാഹിത്യം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്